പിന്നെ ബാറ് 12 മണി വരെ തുറക്കാം, പരിപാടി 10 മണി വരെ പാടുള്ളൂ എന്ന് പറയുന്നതിനെ കുറിച്ച് വലിയ ആക്ഷേപം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗൗരവതരമായി പരിശോധിക്കേണ്ടതാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടി അവിടുത്തെ ചടങ്ങ് കഴിയുമ്പോൾ തന്നെ 8 മണി 9 മണി കഴിയും. പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല. വലിയ പരാതിയാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യും, ഒരു സംശയകാര്യമില്ല. കേരളത്തിലെ ഇത്തരം പരിപാടികൾ നടക്കുന്നത് അങ്ങനെ ഉത്സവപ്പറമ്പുകളിലും പെരുന്നാൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് കലാപരിപാടികളും കാര്യങ്ങളും നടക്കേണ്ടത്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതലും ജനങ്ങളെ സ്ട്രൈക്ക് ചെയ്തത്, അതായത് ഇയാൾ ജനകീയനാവാനുള്ള ഒരു കാരണം എന്താ, ഇയാൾ വികസന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടല്ല വോട്ട് മേടിച്ചത്. അത്യാവശ്യം നിലപാടുള്ള കാര്യങ്ങൾ ഇയാൾ ഓപ്പണായിട്ട് അതിനെതിരെ നിൽക്കുമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഈ വണ്ടി മോഡിഫിക്കേഷൻ്റെ കാര്യം, അതേപോലെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കളർ മാറ്റം കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, രാത്രി പരിപാടി ആക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പല എന്താ പറയുക, ഈ ഉൾനാടൻ പ്രദേശത്തൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഭയങ്കര പോലീസിൻ്റെ ഭയങ്കര ആക്ഷനാണ്. കറക്റ്റ് ടൈമിൽ പോലും വന്നിട്ട് മൈക്ക് ഓപ്പറേറ്റർ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയാണ്ട് ഓരോ ഓഫ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അത്രയും സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് പറഞ്ഞാൽ ഒരു അയവും കിട്ടാത്തൊരു സംഭവമാണ് ഇത്. 10 മണി പറഞ്ഞാൽ 10 മണി, അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ച് പരാതി പറഞ്ഞാൽ തീർന്നും ചെയ്ത് പിന്നെ കേസായി വെക്കാനായി. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടായിരുന്നു അത് പോയി. എന്നാൽ ഈ പറഞ്ഞ പോലെ കേരളം നൈറ്റ് ലൈഫിനും കാര്യങ്ങളൊക്കെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, രാത്രി ജീവിതം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. എല്ലാ രാജ്യങ്ങളും എന്താ പറയുക ടൂറിസം കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി ലൈഫൊക്കെ അതേമാതിരി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട് ഇപ്പോഴും എന്താ പറയുക ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇതുമില്ലാതെ ഇപ്പോഴും 10 മണിയാകുമ്പോൾ ലേറ്റ് അണക്കണം എന്നുള്ളൊരു എന്താ പറയാതെ പറയുന്നൊരു ടൈപ്പിലേക്ക് ഇത്രയും കാലം ഭരിച്ചിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊന്നും വികസനം കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ഇദ്ദേഹം ജനകീയനായിട്ടുള്ള കാരണം എന്താണ്, അതായത് പിണറായി സർക്കാർ അടിച്ചേൽപ്പിച്ച കുറേ കാര്യങ്ങൾ ഇദ്ദേഹം അതിനെതിരായിട്ട് വരുന്നു. ഇപ്പോൾ ഈ ബാറൊക്കെ ഈ പറഞ്ഞ പോലെ ബാറ് കാരണം ഒരുപാട് ആൾക്കാരെ ജീവിതം ബാധിക്കുന്ന കാര്യമാണ്. ഒരുപാട് കുടുംബങ്ങളിൽ കലഹവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കുടുംബത്തിൽ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇദ്ദേഹം നിർത്തലാക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ വണ്ടി മോഡിഫിക്കേഷൻ, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഓലൊക്കെ അവസ്ഥ അറിയില്ലേ, കളർ ഇതൊക്കെ ചെയ്തിട്ട് പൊതുവെ ജനവികാരമൊക്കെ എതിരാണ് ഇതിനൊക്കെ. ഈ ഗവൺമെൻറ് എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ കൊണ്ടുവന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ LDF ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട. കാരണം ഇത്രയും കാര്യങ്ങൾ ജനങ്ങൾക്ക് എന്താ പറയുക, ജനങ്ങൾ അത്രയേറെ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇത്രയും കാലമായിട്ട്. അപ്പോൾ അതിനെതിരൊക്കെ എന്താ പറയുക, അതിനെതിരൊക്കെ ഒരു നിയമം വരിക, അല്ലെങ്കിൽ അതിനെതിരായിട്ട് എന്താ പറയുക നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിൻ്റെ, അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവമാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇന്നലത്തെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയേണ്ട മോഡിഫിക്കേഷൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ അഭിലാഷം നടത്താൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഭരണാധികാരികൾ അധികാരത്തിൽ വരുന്നത്, അപ്പോൾ അത് നടത്തുക ചെയ്യുന്ന മൂപ്പര് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് പറയുന്നത്. ഞാൻ മൂപ്പരെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ മൂപ്പര് അത്രയും എന്താ പറയുക, മൂപ്പർക്ക് അറിയാം എവിടെ പിടിക്കണമെന്ന് അറിയാം. അതുകൊണ്ടാണ് മൂപ്പര് ഇത്രയും സപ്പോർട്ട്. ആലോചിച്ച് ഹൈക്കമാൻഡിൽ മുഖ്യമന്ത്രി KC ആവേണ്ട 99% KC ആവേണ്ടായിരുന്നു. ഈ ജനവികാരം മാത്രമാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കിയത്. കാരണം അത്രയും പുറത്തുനിന്നുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, 100% ഉറപ്പാണ്. എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ് അടുത്ത കാര്യം നമ്മൾ നോക്കേണ്ടത്. നടക്കട്ടെ, എന്തായാലും മുന്നോട്ട് വരട്ടെ. എന്തായാലും കേരളത്തിൽ നല്ലൊരു ഭാവി ഉണ്ടായിട്ട് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയാണ്, ഉഷാറായി വരട്ടെ.